ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ എന്നെ മറന്നു എല്ലാവരും. കുറേ ദിവസമായാലും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇത് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒക്കെ എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷേങ്കിൽ പല്ലുവേദന കാരണം എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയതാണ് കേട്ടോ. അപ്പം മെസ്സേജൊക്കെ വരുന്നുണ്ട് വേദന കുറഞ്ഞോന്നൊക്കെ ചോദിച്ചിട്ട്. ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത സിറ്റുവേഷനിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റൂം മേക്ക് ഓവറാണ് കേട്ടോ. കുറേ നാൾ മുന്നേ പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചതാണ്. പക്ഷേ ഈ പല്ലുവേദന കാരണം അതിങ്ങനെ നീണ്ടു പോവുമായിരുന്നു. അങ്ങനെ ഏതായാലും അവസാനം റൂം മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള റൂം മേക്ക് ഓവറൊന്നും അല്ല, ചെറിയ രീതിയിൽ അത്യാവശ്യമായ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഷീറ്റിൽ ഈ കാണുന്നത് പാത്തു ആണെങ്കിൽ ഷാമ്പു ഒഴിച്ചതാണ് കേട്ടോ. നമ്മൾ കാർ ക്ലീൻ ചെയ്യുന്ന ഷാമ്പു ഉണ്ടല്ലോ, അതിൻ്റെ ബോട്ടിൽ കൊണ്ടുവന്ന് ബെഡിലിട്ട് അപ്പം അത് ലീക്കായി അങ്ങനെ ബെഡിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിഞ്ഞ് ഷീറ്റിലോട്ട് വലിഞ്ഞു വരും. അപ്പോൾ അതാണ് ഒരു കളർ ചേഞ്ച് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റൂമിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ചെറിയ രീതിയിലൊന്ന് മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ചു. അപ്പം കുറേ ദിവസമായില്ല വോയിസ് ഓവർ കൊടുത്തിട്ട്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതൊക്കെ മാറിപ്പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ റൂമിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനല്ല മെയിനായിട്ടും ദിനുവാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനും കൂടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൽ 2 ലോണ്ടറി ബാസ്ക്കറ്റ് ഉണ്ട്. ഒന്ന് ഞങ്ങളുടെ ഡ്രസ്സ് ഇടാനും ഒന്ന് പാത്തുവിൻ്റെ ഡ്രസ്സ് ഇടാനും. അപ്പോൾ ആദ്യം തന്നെ ആ 2 ലോണ്ടറി ബാസ്ക്കറ്റും ഇടയിലോട്ട് വെക്കുകയാണ്. അത് നമ്മൾ റൂം ഒന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണമല്ലോ നമുക്ക് മേക്ക് ഓവർ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പാത്തുവിൻ്റെ തൊട്ടിയാണ് കേട്ടോ. അപ്പോൾ തൊട്ടി തുണിയൊക്കെ ഞാൻ നേരത്തെ തന്നെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള വിൻഡോയാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് റൂമിൽ. ലൈറ്റ് കുറവാണ് നമ്മുടെ റൂമിൽ ലൈറ്റിനത് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊരു വെളിച്ചക്കുറവുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ റൂമിലൊരു ചെടി ഉണ്ടായിരുന്നു. ആ ചെടി എടുത്ത് മാറ്റി, ഗുഡ് നൈറ്റ് വെച്ചിരുന്നതും എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ അടുത്ത ഒരു ജോലി എന്ന് പറയുന്നത് ഈ തൊട്ടി ഒന്ന് അഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ അവൾക്ക് ഏതായാലും 3.5 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ തൊട്ടിയുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ അവളും ഓക്കെയാണ്, അഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തൊട്ടിയുടെ ഇത് അഴിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പം കയറൊക്കെ ആണെങ്കിൽ പലതവണ കെട്ടി നല്ല പോലെ കുരുക്കിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അഴിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ലാസ്റ്റ് പിന്നെ അത് നമ്മൾ മുറിക്കാമെന്ന് വിചാരിച്ചു, കയറ് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുറിച്ചെടുക്കാൻ പോവാണ്. പിന്നെ ഈ ഒരു തൊട്ടിയെക്കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് സ്പ്രിംഗ് ഹാങ്ങർ വാങ്ങിയതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ്, ചെറിയ സിംഗിൾ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് അത് റൗണ്ടിൽ മടക്കി അടിച്ചിട്ട് ഹാങ്ങറിലേക്ക് ഇടാറായിരുന്നു പതിവ്. അങ്ങനെയാണ് ഞാൻ അവളെ തൊട്ടിക്കകത്ത് കിടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഡ്രില്ലിങ് മെഷീൻ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരും. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഡ്രില്ലിങ് മെഷീൻ്റെ ഈ ഒരു ടൂൾ കിറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യുകയും ചെയ്യാം. എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് നഷ്ടമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതിന് തന്നെയാണ് എല്ലാം ഡ്രില്ല് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു വോൾ ഹാങ്ങിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു സ്പേസ് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം ഡ്രിൽ ചെയ്തിട്ട് ആണി അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് നമ്മൾ റൂമിലേക്ക് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നോക്കി അവിടെ ഡ്രിൽ ചെയ്തതിന് ശേഷം ആണി അടിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡ്രില്ലിങ് മെഷീൻ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടൂൾ ബോക്സ് അടച്ചു വയ്ക്കുകയാണ്. ഇതിങ്ങനെ ഒരു പെട്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ കൊണ്ടു നടക്കാനും പറ്റും, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ മേടിക്കുകയാണെങ്കിൽ എപ്പോഴും ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടല്ലോ, അത് ഒന്ന് എടുത്ത് തിരിച്ച് വെക്കുകയാണ് ഇതിനും. അതുപോലെ തന്നെ ഇനിയിപ്പം ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളും ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ പതുക്കെ കിടന്ന് മാറ്റും എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാനായിട്ട് പോവാണ്. അപ്പോൾ ഷീറ്റ് മാറ്റുമ്പോൾ ഞാൻ 4 സൈഡിലും കെട്ടിട്ടിട്ടാണ് ഷീറ്റ് വിരിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണ വിരിച്ചാൽ പിന്നെ എപ്പോഴും വിരിക്കേണ്ടി വരില്ല. അതിങ്ങനെ പോരത്തില്ല, എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കിടക്കും. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടി ഇട്ടാൽ മതിയാകും. അങ്ങനെ ഷീറ്റൊന്ന് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പാത്തു
ഷാമ്പു ഒഴിച്ചെന്ന് നമ്മുടെ ബെഡിൽ. അത് ദിനം എപ്പോഴും കാർ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഒന്നിച്ചൊരു ബാഗിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ ബാഗോട് കൂടി പാത്തു കൊണ്ടുവന്ന് ബെഡിൽ ഇട്ടതായിരുന്നു. അപ്പോൾ ആ ബാഗ് ബെഡിൽ കിടന്നപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ആയിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അത് മുഴുവൻ ബെഡിലേക്ക് ഇറങ്ങി. നമ്മൾ ഒരുപാട് തവണ ക്ലീൻ ചെയ്യാൻ നോക്കിയെങ്കിലും അത് ഫുള്ളായിട്ട് പോകുന്നില്ല. അത് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ ദിനു ഫാൻ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഫാനിലൊക്കെ പെട്ടെന്നാട്ടോ പൊടികൾ പിടിക്കുന്നത്. അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് തട്ടി കൊട്ടി വൃത്തിയാക്കി ഒന്ന് ഇടുകയാണ്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ. അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറിലാണെങ്കിൽ ഇങ്ങനെ ഡോട്ട് പോലെ വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളിന് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ബേബി വൈപ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. അതിപ്പോൾ മിറർ ആണെങ്കിലും ഒക്കെ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും. അങ്ങനെ അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ദിനം വാക്യൂം ക്ലീനർ ഇട്ടിട്ട് റൂം ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പം തൂത്ത് വരേണ്ട ആവശ്യമില്ല. വാക്യൂം ക്ലീനർ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയാകും. അതാകുമ്പോൾ നമുക്ക് വലിയ പണിയും ഇല്ല, റൂമൊക്കെ നല്ല പോലെ വൃത്തിയായി കിട്ടും. അപ്പോൾ അങ്ങനെ ദിനു റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പണി നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് ബെഡൊന്ന് ശകലം നീക്കിയിട്ട് തരികയാണെങ്കിൽ അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് വൃത്തിയായിട്ട് വിരിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ബെഡിൽ നിന്ന് ഈ ഷാമ്പു വലിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു തുണി അവിടെ ഇട്ടിട്ടാണ് കേട്ടോ ഷീറ്റ് വിരിക്കുന്നത്. അപ്പം ഒരു ബെഡ് കവർ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഉടനെ തന്നെ ബെഡിൻ്റെ കവറും കൂടെ വാങ്ങിയിട്ടിടണം. അതിനുശേഷം ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഇതൊരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള ഒരു ബെഡ്ഷീറ്റാണ്. പിന്നെ 4 സൈഡും ഞാൻ കെട്ടിയിട്ടാണ് ഷീറ്റ് വിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് പില്ലോ കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം അത് ഒന്ന് ചേർത്തിടുകയാണ് കേട്ടോ, ഭിത്തിയോട് ചേർത്തിടുകയാണ്. നമുക്ക് ഈ ഒരു രീതി മാത്രമേ ബെഡ് ഇടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക് ബെഡ് മാറ്റി ഇടാനായിട്ട്. അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഷീറ്റ് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്ക് ഷീറ്റ് വിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതും നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിന് 200 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ റേറ്റ്. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ റൂമിന്. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ടാണോ എന്ന് നോക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കാരണം ചെറിയൊരു ചെരിവ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് മിനി പ്ലാന്റ് ആണ് കേട്ടോ, ആർട്ടിഫിഷ്യൽ മിനി പ്ലാന്റ് ആണ്. ഇത് 4 എണ്ണം ഒരു കോംബോ ആയിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. ഈ 4 എണ്ണം കറക്റ്റായിട്ട് അതിനകത്ത് ഫിറ്റ് ആകുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഇതിനകത്ത് വെക്കണമെന്ന് വിചാരിച്ച് വാങ്ങിയതല്ല, പക്ഷേ ഇതിൽ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്നതുകൊണ്ട് അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് അടുത്ത ഒരു ഐഡിയ തോന്നിയത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓഫീസ് ടേബിളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ അത്യാവശ്യമായിരുന്നു. എനിക്കും പാത്തൂനും ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ സാധാരണ എഡിറ്റ് ചെയ്യാനായിട്ട് ഡൈനിങ് ടേബിൾ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദിനുവിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഓഫീസ് ടേബിൾ നമുക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ്. ഇത് ഓൺലൈനായിട്ട് തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ആ ഒരു ടേബിളും ഹാങ്ങിങ്ങും കൂടെ വന്നപ്പോൾ തന്നെ അവിടെ വലിയൊരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്, ഈ വോൾ ഹാങ്ങിങ്ങിൽ നിന്ന് നമ്മൾ 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മാറ്റിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ ലാഫിങ് ബുദ്ധ. ഒരു ലാഫിങ് ക്യൂട്ടായിട്ടുള്ള ബേബി ബുദ്ധയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. അപ്പോൾ അത് നമ്മളവിടെ വെച്ച് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഭംഗിയായിട്ട് തോന്നി. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്നും നിങ്ങൾ പറയണേ. പ്ലാന്റ്സ് തന്നെ വെച്ചതാണോ അതേസമയം ബുദ്ധയെ കൂടെ വെച്ചതാണോ എന്ന്. പക്ഷേ ബുദ്ധ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ നിന്ന് എടുത്ത ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് 2 എണ്ണം ടേബിളിൻ്റെ 2 സൈഡിലും ഇപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ക്യാൻഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവായിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങിയിട്ട് ടേബിളിൽ വെക്കാമെന്നാണ്. അങ്ങനെ നമ്മുടെ ടേബിൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ടേബിളും അതുപോലെ തന്നെ വോൾ ഹാങ്ങിങ്ങും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ മേടിച്ച ചെയറാണ്.
ഇത് ലെതറിൻ്റെ ചെയറാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓഫീസ് ചെയറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിടുകയാണ്. അപ്പോൾ ഇതെല്ലാം ആമസോണിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചെയറിൻ്റെ ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ടേബിളിൻ്റെ ഉള്ളിലേക്ക് അത് കയറിയിരിക്കത്തില്ല. ഒരു ഇഞ്ചിൻ്റെയും കൂടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറിയാനേ. ജസ്റ്റ് ഇതിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്പേസ് ഉണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ കുറേയധികം സ്പേസ് ഒന്നും വേണ്ടി വന്നില്ല. അങ്ങനെ ചെയറും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചെയറും അതുപോലെ വോൾ ഹാങ്ങിങ്ങും ടേബിളും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ റൂമിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത്രയായപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന 2 ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിലൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് നമ്മൾ കോട്ടിൻ്റെ പുറകിൽ ഇടാമെന്ന് വിചാരിച്ചു. അതാകുമ്പം നമുക്ക് പെട്ടെന്ന് കാണാനായിട്ടും പറ്റത്തില്ല, അതേസമയം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന ഡോർമാറ്റും തിരിച്ചു കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് അപ്പുറത്തെ റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെങ്കിലും വരുമ്പോഴാണെങ്കിലും അവർക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് മറ്റേ ലോണ്ട്രി ബാസ്ക്കറ്റ് അപ്പുറത്തെ റൂമിലും കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ നമ്മുടെ റൂമിലുണ്ടായിരുന്ന സീറോ ബൾബ് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതും വേറൊരെണ്ണം പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആണെങ്കിലും രാത്രി കിടക്കുമ്പോൾ പറയുമായിരുന്നു, ചെറിയ ലൈറ്റ് ഒന്ന് ഇടാവോ, ചെറിയ ലൈറ്റ് വാങ്ങിയില്ലേ അപ്പം എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സീറോ ബൾബും കൂടെ വാങ്ങിയിട്ട് നമ്മുടെ റൂമിലെ അത്യാവശ്യം മേക്ക് ഓവർ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള മേക്ക് ഓവറൊന്നുമില്ല, നമുക്ക് അത്യാവശ്യമായിട്ട് ടേബിളും ചെയറും വാങ്ങണമായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം വരുത്താമെന്ന്. അങ്ങനെ വോൾ ഹാങ്ങിങ് ഒക്കെ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും പറയണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോഴത്തേക്കും നമുക്കും അതൊരു നല്ലൊരു പോസിറ്റീവ് വൈബ് തരും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേദനയൊക്കെ മാറിയതിന് ശേഷം പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.